ഗൈസ് മോഡൽ എക്സാമിൽ കെമിസ്ട്രി ടഫ് ആയപ്പോൾ തന്നെ എല്ലാവരുടെയും കിളി മാറിയിട്ടുണ്ടാവും, എൻ്റെയും മാറി. അപ്പോൾ അത് മോഡൽ എക്സാം സത്യം പറഞ്ഞാൽ ടഫ് ആയതുകൊണ്ടല്ല, നമ്മൾ ഫിസിക്സും കെമിസ്ട്രി ഒരുമിച്ച് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സിനായിരിക്കും ഫുൾ ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവുക, കെമിസ്ട്രി അത്ര കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ കൊടുക്കാൻ നമ്മൾ വിചാരിച്ചാലും സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ടഫായിട്ട് തോന്നിയിട്ടുണ്ടാവുന്നത്. ഒന്നോ രണ്ടോ പേർക്ക് വേണമെങ്കിൽ അത് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയി, എന്തായാലും നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് എങ്ങനെ പഠിച്ചാലാണ് നല്ല രീതിയിൽ കെമിസ്ട്രി മാർക്ക് നേടാൻ പറ്റുക എന്നുള്ള രീതിയിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റാണ് നമ്മൾ ബേസ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. ഫുൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കുക, നല്ല രീതിയിൽ ടെക്സ്റ്റ് തന്നെ നല്ല രീതിയിൽ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഫുൾ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് എടുക്കുമ്പോൾ തിരിയാത്ത കാര്യങ്ങൾ വരെ നമ്മൾ ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ വൃത്തിക്ക് വായിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരിയുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. കൂടുതലും തിയറിയാണ് നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാനുള്ളത്. പ്രോബ്ലംസ് വരുന്നത് ചെയ്ത് നോക്കേണ്ടത് ആകെ 2, 6, 7 ചാപ്റ്റേഴ്സ് മാത്രമാണ് അങ്ങനെ വരുന്നത്. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. സോ അത് ഫുൾ ടെക്സ്റ്റ് വൈസ് എന്നിങ്ങനെ വായിച്ച് അങ്ങ് പോവുക. പെൻസിലോട് ഇങ്ങനെ എഴുതി പോവുക. അപ്പോൾ തന്നെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ വായിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയിലുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത്ര വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയെല്ലാം വിചാരിക്കുന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതായത് വൺ ഷോട്ട്, അത് തീരെ അറിയാത്ത സബ്ജക്റ്റ്, അതായത് ചാപ്റ്ററൊക്കെ ആണെങ്കിൽ വൺ ഷോട്ട് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ തീരെ അറിയാത്തത് അത് കാണാൻ നോക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ സ്വയം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സെൽഫ് സ്റ്റഡി നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ട്സും കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ലൈവ് ക്ലാസ് കാണുന്നുണ്ട്. തീരെ അറിയാത്ത പോർഷൻസ് എടുത്ത് കാണാൻ വേണ്ടി നോക്കുക. കാരണം അറിയുന്നത് തന്നെ ഇരുന്ന് നോക്കിയിട്ട് കാര്യമില്ല. അത് ലാസ്റ്റ് നമുക്ക് റിവിഷന് വേണ്ടി നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഹൈലൈറ്റും ചെയ്ത് വെക്കലുണ്ട്. ഫുള്ളിപ്പോൾ ഹൈലൈറ്റഡാണ്. അതെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്യും. പക്ഷേ എല്ലാം മെയിനായിട്ടുള്ള പോയിന്റുകളായതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ലേബർ ഇന്ത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നോക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ റിസോഴ്സൊക്കെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്ര തന്നെ. പിന്നെ നെക്സ്റ്റ് ലൈവിൽ കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ അങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സൈറ്റിൽ. അതൊക്കെ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ഇതൊക്കെ റിവിഷൻ്റെ സമയത്ത് ചെയ്യേണ്ടതായിരിക്കും നല്ലത്. അതുവരെ എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ പഠിച്ച് സെറ്റാക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നോക്കാം ഷോർട്ട്സ് അറ്റ്ലീസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.